സംസ്ഥാനത്തെ ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കാരവുമായി ബന്ധപ്പെട്ട CATU നേതാക്കൾ ട്രാൻസ്പോർട്ട് കമ്മീഷനുമായി ചർച്ച നടത്തി. ചർച്ചയിൽ തീരുമാനമായില്ലെന്നും പുതിയ പരിഷ്കാരം അംഗീകരിക്കാനാവില്ലെന്നും CATU നേതാവ് CT അനിൽ പറഞ്ഞു. ഇന്ന് വൈകിട്ട് 5 മണിക്ക് ഗതാഗത മന്ത്രിയുടെ ഭാഗത്തുനിന്നും അനുകൂല തീരുമാനം പ്രതീക്ഷിക്കുന്നതായും അദ്ദേഹം വ്യക്തമാക്കി. നമുക്ക് ഓരോ വർഷം കഴിയുന്തോറും അപേക്ഷകരുടെ ഡ്രൈവിംഗ് ലൈസൻസ് അപേക്ഷകരുടെ എണ്ണം ലക്ഷക്കണക്കായി വർദ്ധിക്കുകയാണ്. ആ വർധനവിനനുസരിച്ച് ജീവനക്കാരല്ല മോട്ടോർ വാഹന വകുപ്പിന്, അതിനനുസരിച്ച് എംഇമാരുടെ എണ്ണത്തിൽ വർധനവ് വരുന്നില്ല. അപ്പോൾ ആ കുറവുകളാണ് പരിഹരിക്കേണ്ടത്. അപ്പോൾ നിലവിലുണ്ടായിരിക്കുന്ന ടെസ്റ്റിൻ്റെ എണ്ണം കൂടെ കുറയ്ക്കുന്നത് നമുക്ക് ഒരിക്കലും അംഗീകരിക്കാൻ സാധിക്കില്ല. അതാണ് പ്രധാന ആവശ്യം. പിന്നെ ഈ വാഹന ഫിറ്റ്നസ്, നിങ്ങൾക്കറിയാം 22 വർഷമുള്ള സ്വകാര്യ വാഹനങ്ങൾ വരെ ഓടാവുന്ന ഈ സംസ്ഥാനത്ത് ഡ്രൈവിംഗ് സ്കൂളുകാരുള്ള വാഹനങ്ങളെല്ലാം 15 വർഷം എന്ന് പറഞ്ഞാൽ ഏകദേശം അതൊക്കെ കഴിഞ്ഞ വാഹനങ്ങളാണ് കൂടുതലും ഉപയോഗിക്കുന്നത്. ഒരു സുപ്രഭാതത്തിൽ ഈ വാഹനങ്ങളെല്ലാം മാറ്റി പുതിയത് വാങ്ങണമെന്ന് പറഞ്ഞാൽ അത് ഒരു ഡ്രൈവിംഗ് സ്കൂളുകാരനും ചിന്തിക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ല.